Hello, good morning. Good morning, ma'am. Good morning, Miss. Good morning, Miss. Good morning, ma'am. Good morning. Yes, good morning. ചൂടും Hello. ശരി. സൗണ്ട് എന്റെ സൗണ്ട് തന്നെ എനിക്ക് തിരിച്ചു കേട്ടിരുന്നു, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. യെസ്, നമ്മളെവിടെ വരെ എത്തി? ഓർമ്മയുണ്ടോ? ടോപ്പിക്ക് പറയാമോ? അറിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എത്തിയെന്ന് ആർക്കും ഓർമ്മയില്ലേ? എല്ലാവരും സെലിബ്രേഷൻ മെത്തേഡ്സ് മെത്തേഡ്സ് അല്ലെ, റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് അല്ലെ. ഇവിടെ വരെ അല്ലേ എത്തിയത്? യെസ്, ഇവിടെ വരെയൊക്കെ എല്ലാവരും നന്നായി വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചു നോക്കി ബോധ്യപ്പെട്ടോ എല്ലാവർക്കും? അത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഒന്നും അല്ല, നമുക്ക് ഇച്ചിരി സിമ്പിൾ ആണ് അല്ലെ. കമ്പയർഡ് ടു ചില ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് എംപ്ലോയീസിനെ സംബന്ധിക്കുന്നതാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഏത് ബിസിനസ് ഓർഗനൈസേഷനിലെയും എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എവറിത്തിങ് റിലേറ്റഡ് ടു പേഴ്സണൽസ്, എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഏതൊക്കെ രീതിയിലാ എന്താ പറയാ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ചില രീതികളാണ്. എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഇഫ് ദേ ഫൗണ്ട് സം വേക്കൻസീസ്, ചില വേക്കൻസീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ അതിന്റെ റിക്രൂട്ട്മെന്റ്, ആ വേക്കൻസി നമുക്ക് എങ്ങനെയാ ഗ്യാപ്പ് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം, അതിന്റെ കുറെ ടെക്നിക്സ് ഓർ റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ടെക്നിക്സ്. പ്രധാനമായിട്ട് 3 രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് ടെക്നിക്കുകൾ ഉണ്ട്. ദാറ്റ് ഈസ് ഡയറക്ട് മെത്തേഡ്സ്, then indirect method and also third party methods. ഇങ്ങനെ 3 രീതിയിലാണ് കേട്ടോ. യെസ്, അപ്പൊ നോക്കുക എന്തൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ? See, it's somewhat directly going to the candidates and traveling recruiters to some educational institutions or professional institutions, everything, and they contact with the public. ആ ഒരു പബ്ലിക്കുമായിട്ട് നേരിട്ട് ചെന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് നേരിട്ട് പബ്ലിക്കിന്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ ചില എന്താ പറയുക എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നേരിട്ട് ചെന്ന് അവരുടെ എന്താ പറയുക ഓർഗനൈസേഷനിൽ അവര് ചെയ്യേണ്ടത്, അതായത് അവർക്ക് കാൻഡിഡേറ്റ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഇപ്പൊ ചിലപ്പോ ഇപ്പൊക്കെ ഉണ്ടെങ്കിൽ ചില എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന ഓർഗനൈസേഷൻസ് ഇപ്പൊ എന്താ പറയാ ഒരു ലിങ്കിങ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇത്ര കുട്ടികളൊക്കെ പഠിച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ പ്ലേസ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ അല്ലെ, അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്ലേസ്മെന്റ് ഒക്കെ ഒരു ഈ പോലുള്ള ഒരു ഡയറക്ട് മെത്തേഡാണ്. അപ്പൊ ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ആവശ്യമുണ്ടെങ്കിൽ അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ കൊടുക്കുന്ന ഓർഗനൈസേഷനിൽ അവർ നേരിട്ട്
റിക്രൂട്ടേഴ്സ് പോകുന്നു. നമ്മൾ എന്താണോ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ജോലി, ആ ജോലി അവരവിടെ കാണിച്ചു കൊടുക്കും, എക്സിബിറ്റ് ചെയ്യും, എക്സിബിഷൻ പോലെയൊക്കെ അവർ കാണിച്ചു കൊടുക്കും, ഡെമോ പോലെയൊക്കെ. ആൻഡ് എന്താ പറയാ, അവിടെ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുന്നു. ആ ഒരു രീതി, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കുക. ഇതൊരു ഡയറക്റ്റ് മെത്തേഡ്. കാരണം നേരിട്ട് നമുക്ക് പോയിട്ട് അതിൽ നിന്ന് നല്ല ഏറ്റവും എന്താ പറയാ നല്ല കഴിവുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, നല്ല നോളജബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് നേരിട്ട് ചെന്ന് കണ്ടുപിടിക്കാനും പറ്റും, അല്ലെ? നമ്മളിവിടെ എന്താ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് എക്സിബിറ്റ് ചെയ്യുമ്പോൾ, അത് മാനുവലി അവർക്ക് അവരുടെ മുമ്പിൽ ഡെമോ പോലെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി, അതിൽ നിന്ന് വളരെയധികം കേപ്പബിലിറ്റീസ് കാണിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത. ഇതൊരു ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഡയറക്റ്റ്ലി പോകുന്നു. അവിടെ നിന്ന് കാൻഡിഡേറ്റ്സിന് തങ്ങളുടെ ഓർഗനൈസേഷനിൽ എന്ത് ജോലിയാണോ എന്നുള്ളത് അവരെ എക്സിബിറ്റ് ചെയ്ത് കാണിക്കുന്നു. അവിടെ നിന്ന് ആളുകളെ എന്താ പറയാ റിക്രൂട്ട് ചെയ്യുന്നു, എന്ന് വെച്ചാൽ കുറച്ച് പേരെയൊക്കെ സെലക്ട് ചെയ്യുന്നു അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ, സ്കൂളുകളിലോ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഒക്കെ ചെന്നിട്ട് ആളുകളെ പിടിക്കുന്ന ഒരു രീതി. ക്ലിയർ ആണോ? ഫസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ് മനസ്സിലായോ? യെസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓരോ മെത്തേഡും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി. ദീസ് കൺസിസ്റ്റ് ഓഫ്, ദീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡ്സ്. ഡയറക്റ്റ് മെത്തേഡ്സ് കൺസിസ്റ്റ് ഓഫ് സെൻഡിങ് ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ എംപ്ലോയീസ് കോൺടാക്ട്സ് വിത്ത് പബ്ലിക് ആൻഡ് മാൻഡ് എക്സിബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ചെന്നിട്ട് നേരിട്ട് അവരെ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ന ജോലിയാണ്. അപ്പൊ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്, എന്താ പറയാ സ്കില്ലുള്ളവര്, അത് അങ്ങനത്തെ കുറെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് ജോലിക്കായിട്ട് എടുക്കുന്നു. ദാറ്റ്സ് ഓൾ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അടുത്തത് എന്താ? ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതെന്ന് പറയുന്നത് നേരിട്ടൊന്നും പോകുന്നില്ല, ത്രൂ അഡ്വർടൈസ്മെന്റ് ആണ്. അതായത് പരസ്യങ്ങൾ, ആഡുകൾ കൊടുക്കുക, ന്യൂസ് പേപ്പേഴ്സിലാകാം, അല്ലെങ്കിൽ എന്താ പ്രൊഫഷണൽ ഇതിന്റെയൊക്കെ മാഗസിൻസ് ഒക്കെ ഉണ്ട്, മാഗസിൻസിലാകാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ജേർണൽസിലാകാം, ടിവിയിലോ അല്ലെങ്കിൽ അങ്ങനെ ടെക്നിക്കൽ മാഗസിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ബ്രോഷേഴ്സ് ഒക്കെ ആയിട്ട് ഇഷ്യൂ ചെയ്ത് അതില് തങ്ങളുടെ ഓർഗനൈസേഷനെ കുറിച്ചും അവിടുത്തെ വേക്കൻസിയെ കുറിച്ചിട്ടും അതില് അവര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലറി മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാം. ദേ ആർ നോട്ട് ഗോയിങ് ഡയറക്ട്ലി ടു ദ പബ്ലിക്. അവിടെ എന്ത് ചെയ്യുന്നില്ല, റിക്രൂട്ടേഴ്സ് നേരിട്ട് പബ്ലിക്കിലെ ഇടയിലേക്ക് പോകുന്നില്ല. പകരം ഈ ആഡ് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ട് അവിടെ, എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് ആണ്. ആ ഒരു ഇന്റർമീഡിയറ്റ് വഴി എന്ത് ചെയ്യുന്നു, ആളുകളിലേക്ക് തങ്ങളുടെ വേക്കൻസി മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. ക്ലിയർ ആയോ? സെക്കൻഡ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പൊ ഇതൊക്കെ റിക്രൂട്ട്മെന്റിന്റെ ഓരോ ടെക്നിക്കുകളാണ്. നെക്സ്റ്റ് വൺ തേർഡ് പാർട്ടി മെത്തേഡ് ആണ്. ഇവിടെ ദ യൂസ് സം പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. ഇന്ന് അത് ഇതിന്റെ കുറച്ചുകൂടി എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത്. കാരണം ഇന്ന് ഇങ്ങനത്തെ കുറെ ഏജൻസീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കറിയാലോ, നമ്മൾ പുറത്തൊക്കെ കുട്ടികളൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ജോലിക്കായിട്ട് വിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഇതുപോലെയുള്ള ഏജൻസീസ് ഉണ്ട്. എന്താ പറയാ പുറത്ത്, നമ്മുടെ രാജ്യത്തിന് പുറത്ത് പോയി ജോലി ചെയ്യാനും വിതിൻ ദ കൺട്രി, ഇന്ത്യക്ക് അകത്ത് തന്നെ അല്ലെങ്കിൽ കേരളത്തിനകത്തൊക്കെ ജോലി എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു വെച്ചിട്ട് അതിന് എന്താ പറയാ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ വാങ്ങിച്ച് പുറത്ത് ജോലിക്കായിട്ട് തയ്യാറായിട്ട് എന്താ പറയാ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളെ എന്താ പറയാ രജിസ്റ്റർ ചെയ്യിപ്പിക്കും. ഇത്ര രൂപ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ വേക്കൻസീസ് വരുമ്പോൾ നമ്മളെ അറിയിക്കുന്നു, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെ അറിയിക്കുന്നു. ഇത്ര കാൻഡിഡേറ്റ്സ് ഒക്കെ ഇന്ന കാര്യങ്ങൾക്ക് എന്താ പറയാ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിൽ ആ ഏജൻസിയിൽ നിന്ന്, അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പോയിട്ട് പ്ലേസ്മെന്റ് രീതിയും ഇതും ഒരു തേർഡ് പാർട്ടി മെത്തേഡാണ്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഒരു ഇന്റർമീഡിയറി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അത് വഴിയിട്ട് അവിടെ നമ്മൾ പോയിട്ട് ഡെമോൺസ്ട്രേഷൻ ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേതിലാണ്, ആദ്യത്തെ മെത്തേഡിലാണ്, ഡയറക്റ്റ് മെത്തേഡിലാണ് അവിടെ പോയിട്ട് നേരിട്ട് പോയിട്ട് ആളുകളെ എടുക്കുക എന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ അറിയിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വേക്കൻസീസ് ഉണ്ടെന്ന് അറിയിക്കുമ്പോൾ അവിടെ നിന്ന് ഇത്തരം ഏജൻസീസ്, കോളേജസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ അസോസിയേഷൻസോ അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ഫേമുകൾ ഉണ്ട്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചില ഫേമുകൾ, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില ഫേംസ് ഉണ്ട്. അതുപോലെ കൺസൾട്ടിങ് ഫേംസ് ഉണ്ട്. കൺസൾട്ടിങ് ഏജൻസീസ് ഒക്കെ ഇഷ്ടം പോലെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ?
നിങ്ങൾക്കൊക്കെ തന്നെ പരിചയം ഉണ്ടായിരിക്കും. ഒരുപാട് കൺസൾട്ടിങ് ഏജൻസീസ് വിദേശത്ത് പോകുന്നവര് അല്ലെ. അപ്പൊ ഇവരൊക്കെ ത്രൂ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെയൊക്കെ ഉള്ളവരിൽ നിന്നൊക്കെ തേടി കണ്ടുപിടിക്കുന്ന ഒരു രീതി ആരെ എംപ്ലോയീസിനെ. അതൊരു തേർഡ് പാർട്ടി മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? മൂന്നിലെയും ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ ആദ്യത്തേലും മാത്രമേ 2 സെന്റൻസ് ഉള്ളൂ, ബാക്കിയല്ല 2 ഒരേ സെന്റൻസ് ഉള്ളൂ, പക്ഷെ ഇത്തിരി ലെങ്തി സെന്റൻസ് ആണ് മാത്രം. ഓക്കെ. ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. ഓർക്കുക, മറ്റേത് തേർഡ് പാർട്ടി മെത്തേഡിൽ പല ഏജൻസീസിൽ നിന്നും നമ്മൾ എന്താ പറയാ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നു. ഏജൻസീസിൽ ഓൾറെഡി ഇത്തരത്തെ കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ പേരും അവരുടെ ക്വാളിഫിക്കേഷനും റെസ്യൂമെ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ, നല്ല ടാലന്റഡ് ആയിട്ടുള്ളവരെ, കേപ്പബിലിറ്റീസ് ഉള്ളവരെ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി എന്താ പറയാ എടുക്കാൻ പറ്റും, എംപ്ലോയീസ് ആയിട്ട് എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? 3 മെത്തേഡ് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ പറയുക. ആ 3 മെത്തേഡും അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് ഒന്നാമത്തെ മെത്തേഡില്, ഡയറക്റ്റ് മെത്തേഡില് മാത്രം 2 സെന്റൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ. See, then ഇനി മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. ഇനി നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഒക്കെ ചെയ്തതിന് ശേഷം ഇറ്റ് ഷുഡ് ബി അസസ്ഡ്. അതെന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം, അസസ് ചെയ്യണം. നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിന്റെ ആ ഒരു സോഴ്സസ് നമ്മൾ എന്ത് ചെയ്യും? പീരിയോഡിക്കലായിട്ട് നമുക്ക് അസസ് ചെയ്യാം, എത്രത്തോളം ഉണ്ട്, ഏത് രീതിയിലാണ് അസസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തിയിരിക്കുന്നത്. സോ വെൻ വി ആർ അസസിങ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്. നമ്മളില്ലേ ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി ഏതൊക്കെ സോഴ്സ്, ഇപ്പൊ ഡയറക്റ്റ് മെത്തേഡിൽ കൂടിയാണോ, ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയാണോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി മെത്തേഡിലാണോ, ഏത് രീതിയാണെങ്കിലും ഏത് മെത്തേഡിലൂടെ ആഫ്റ്റർ റിക്രൂട്ട്മെന്റ് ഏത് രീതി നമ്മൾ ചെയ്താലും ആ രീതിയിലൂടെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആ ഒരു റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് ദ കോസ്റ്റ്, ആ ഒരു ആപ്ലിക്കന്റിന് നമുക്ക് വന്നേക്കുന്ന ചെലവ് എത്രയാണ്, പിന്നെ ആപ്ലിക്കന്റും നമ്മൾ എന്താ പറയാ ഹയർ ചെയ്തിരിക്കുന്ന റേഷ്യോ, എത്ര എണ്ണം പേര് വന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര വേക്കൻസിയാ പറഞ്ഞ അതിൽ നിന്ന് എത്ര നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ആപ്ലിക്കേഷൻസ് വന്നു, അതിൽ നമ്മൾ എത്ര പേരെ തെരഞ്ഞെടുത്തു, ആ ഹയറിംഗ് റേഷ്യോ, പിന്നെ അവരുടെ കാലാവധി, എന്താ പറയാ അവര് ജോലിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാലാവധി ഉണ്ടെങ്കിൽ അത്, പിന്നെ അവരുടെ പെർഫോമൻസ് അപ്രൈസൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ശേഷം വിലയിരുത്തണം എന്നാണ് പറയുന്നത്. അതാണ് ലാസ്റ്റ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ നടത്തിയതിനു ശേഷം ഇറ്റ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് പെർ ആപ്ലിക്കൻസ് ആൻഡ് ദ ഹയറിംഗ് റേഷ്യോ, tenure, performance appraisals, etc. പെർഫോമൻസ് അപ്രൈസൽ എന്താണ് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് ഓരോ എംപ്ലോയീസും ഹൗ ദേ പെർഫോം ആൻഡ് ഹൗ ദേ വർക്ക് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എംപ്ലോയീസ് എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എന്നതൊക്കെ അസസ് ചെയ്യുക. അതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. നല്ല രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട്, ഒരു ആവറേജ് രീതിയിൽ ചെയ്യുന്നവരുണ്ട്, തീരെ മോശമായിട്ട് ജോലി ചെയ്യുന്ന രീതിയിലുള്ളവരും ഉണ്ട്. സോ അപ്പൊ അതനുസരിച്ച് അവർക്ക് വേണ്ട പ്രതിഫലങ്ങൾ, റിവാർഡ് ആകാം, പ്രൊമോഷൻസ് ആകാം, അല്ലെങ്കിൽ ഈവൻ ഡിമോഷൻസ് ആകാം, അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഈ പെർഫോമൻസ് അപ്രൈസലിന്റെ ബേസിസിലാണ് ഇതൊക്കെ ചെയ്യുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഉണ്ടതല്ലോ. ഓക്കെ, ഒന്നുകൂടി പറയണം. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ആ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകളുടെ സോഴ്സസ്, നമ്മൾ ഏത് രീതിയിലാണോ റിക്രൂട്ട്മെന്റ് നടത്തിയത്, ഡയറക്ട് മെത്തേഡ്, ഇൻഡയറക്ട് മെത്തേഡ് ഓർ തേർഡ് പാർട്ടി മെത്തേഡ്, ഏത് രീതിയിലാണോ അതൊന്നുകൂടി വിലയിരുത്തുന്നത് നല്ലതാണ്, അസസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ഡയറക്ട് മെത്തേഡ് ചെയ്യുന്നത് വളരെയധികം ചെലവ് കൂടിയ പരിപാടിയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഹയർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ എന്താ പറയാ ഒരുപാട് ഗോൾസ് ഉണ്ട്, മാക്സിമം പ്രോഫിറ്റബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി അങ്ങോട്ട് തടസ്സപ്പെടും. കാരണം ഒരുപാട് പൈസ നമ്മൾ അതിന് വേണ്ടി ഇപ്പൊ എന്താ പറയാ നമ്മൾ ഡയറക്ട് മെത്തേഡിൽ നേരിട്ട് പോകുന്നു, റിക്രൂട്ടേഴ്സ്, ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് നേരെ പോയിട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ, ഓർഗനൈസേഷൻസിൽ, എവിടെയെങ്കിലുമൊക്കെ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷനിലൊക്കെ പഠിക്കുന്ന ആളുകളെയൊക്കെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുപാട് പൈസ മുടക്കി ട്രാവലിംഗ് എക്സ്പെൻസും അതുപോലെ തന്നെ മറ്റു പല ചെലവുകളൊക്കെ എടുത്ത് ആ ഒരു ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അത് whether it affects the
ഓർഗനൈസേഷൻസ് പ്രോഫിറ്റബിലിറ്റി, ഓർഗനൈസേഷന്റെ ലാഭക്ഷമതയെന്ന് ബാധിക്കുന്നുണ്ടോ നോക്കണം. ഒരുപാട് ചെലവുകളൊക്കെ വരാണെങ്കിൽ വി ഷാൽ ഡ്രോപ്പ് ദാറ്റ് ഐഡിയ. ആ ഒരു മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. അത് സെക്കൻഡ് മെത്തേഡ് കുറച്ചുകൂടി കൺവീനിയന്റ് ആണെങ്കിൽ, കാരണം പരസ്യത്തിൽ കൊടുക്കാം, പരസ്യത്തിന് വരുന്ന ചെലവിനേക്കാൾ അധികമായിട്ടാണ് മറ്റേ ചെലവെങ്കിൽ അത് മാറ്റി ഈ രീതിയിലാക്കാം. അപ്പൊ അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യണം. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു രീതിയാണത്. പ്രോഗ്രാം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ട്, അത് എത്ര നമ്മുടെ ചെലവുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയുള്ളൂ? ക്ലിയർ ആയോ? ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. റിക്രൂട്ട്മെന്റ് സോഴ്സസ് പീരിയോഡിക്കലി അസസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രൈറ്റീരിയ എടുക്കേണ്ട ചില മാനദണ്ഡങ്ങളാണ് കോസ്റ്റ് പെർ ആപ്ലിക്കൻസ്, the applicant hiring ratio, tenure and performance appraisals. Okay. Yes, ഇനി അടുത്ത ചെറിയ ടോപ്പിക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു. അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റിനെ സംബന്ധിക്കുന്ന അതിന്റെ മെത്തേഡുകളും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. റിക്രൂട്ട്മെന്റ് പ്ലാനുകൾ, അതിന്റെ കമ്പോണന്റുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. Now we are going to the next topic of this chapter, selection ആണ്. ഇനി സെലക്ഷൻ ആണ്. എന്താ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, when it is advertised in newspapers or any other മെത്തേഡ്സ്, ഏത് മെത്തേഡ്സിലാണെങ്കിലും, ഇപ്പൊ അഡ്വർടൈസ്മെന്റിലൂടെയോ മറ്റേതെങ്കിലും മെത്തേഡിലൂടെയോ നമ്മൾ വേക്കൻസീസ് ഉണ്ടെന്ന് when it is informed to the public, പബ്ലിക്കിനെ അറിയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് ആപ്ലിക്കേഷൻസ് വിൽ ബി റിസീവ്ഡ്, അല്ലെ? ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് വരും. ചിലപ്പോ ഒരു 10 വേക്കൻസി ആയിരിക്കും, പക്ഷെ വരുന്നത് ചിലപ്പോ ഒരു 100 1000 ഒക്കെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഫ്രം ദീസ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്, ഇത്രയും ആപ്ലിക്കേഷൻസിൽ നിന്ന് വി ഹാവ് ടു സെലക്ട് ദ ആപ്റ്റ് കാൻഡിഡേറ്റ്. ശരിയായ കാൻഡിഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ശരിയായ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. ബിസിനസ് ഓർഗനൈസേഷൻസ് ഏത് ജോലിയിലാണോ ആളുകളുടെ ഒഴിവുള്ളത്, ഏത് ഫാക്കൽറ്റി അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് ഏരിയ, അവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അത് നോക്കി കൃത്യമായിട്ട് അതിന് കഴിവുള്ളവരെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ അതുകൊണ്ട് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്. സോ സെലക്ഷൻ പ്രൊസീജിയർ ഇസ് റിലേറ്റഡ് ടു അക്വയറിംഗ് ദ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ് ഓർ ആപ്ലിക്കൻസ്. ഒരു ആപ്ലിക്കന്റിനെ സംബന്ധിക്കുന്ന സകലമാന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവരങ്ങളും, ഇമ്പോർട്ടന്റ് വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ നമുക്കറിയാം, അവരുടെ പേരും അവരുടെ വയസ്സും അവരുടെ ഫാദർ മദർ അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ചോദിക്കും. അതൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്, ബിയോണ്ട് ഇറ്റ്. പക്ഷെ അതിനേക്കാൾ ഉപരി ആ ഒരു ജോലി കൊടുക്കാൻ പറ്റുന്ന ആ ഒരു നമ്മളുടെ റിക്വയർമെന്റ്, ഓർഗനൈസേഷന്റേതായ ആവശ്യകത നിറവേറ്റാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. സോ അതിനെ സംബന്ധിക്കുന്ന ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസും ഹാവ് ടു ബി കളക്ടഡ്. തീർച്ചയായിട്ടും അതും കളക്ട് ചെയ്യണം, അല്ലെ? ഇപ്പൊ ഒരു ടീച്ചറുടെ ഒഴിവുണ്ട്, ആ ടീച്ചർ ആകാനായിട്ട് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, അല്ലെ? ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ വെദർ ഹി ഓർ ഷീ ഈസ് വില്ലിംഗ്, അല്ലെങ്കിൽ ഹൗ, എന്താ പറയാ, എത്രത്തോളം സ്മാർട്ടായിട്ട് ആളത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കും. ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാർക്കിന്റെ ആ ഒരു, എന്താ പറയാ, വെയിറ്റേജ്, നമ്മൾ ഓരോ ക്വാളിഫിക്കേഷനും കഴിഞ്ഞു, എന്താ പറയാ, 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, എന്താ പറയാ, പോസ്റ്റ് ഡിഗ്രി ഗ്രാജുവേഷനും കഴിഞ്ഞു, അതും കഴിഞ്ഞു. ഒത്തിരി ആ കഴിഞ്ഞ ക്വാളിഫിക്കേഷൻസിന്റെ ഒക്കെ മാർക്കുകൾ ഒരു വലിയ മാനദണ്ഡമായിരുന്നു. കുറച്ച് ഇയേഴ്സ് ബാക്കിലേക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് പല സ്ഥലത്തും ഒക്കെ ജോലിക്കോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനോ ഒക്കെ സാധ്യതകൾ. പക്ഷെ ഇന്ന് ജോലിക്കൊക്കെ സാധ്യതകളുടെ ഈ മാർക്കിനെ കൂടാതെ തന്നെ, അതിന്റെ ഒപ്പം തന്നെ ചിലപ്പോ ആ മാർക്കിനെ മാത്രം അല്ല ചിലപ്പോ ബേസ് ചെയ്ത് ജോലി കിട്ടാനുള്ള ഒരു ഇതാകുക. അതിനേക്കാൾ ഉപരി എത്രത്തോളം ആള് എനർജറ്റിക് ആണ്, എത്ര സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് കൂടി വലിയൊരു കാര്യമാണ്. അപ്പൊ അത്രയും സ്മാർട്ടായിട്ട് ചെയ്യുന്ന ആളുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. സോ വി ഹാവ് ടു കളക്ട് ഈച്ച് ആൻഡ് എവറി റെലവെന്റ് ഇൻഫർമേഷൻ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ അറിയണം. അതിനെയാണ് നമ്മൾ എന്താ പറയാ സെലക്ഷൻ പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അതുമായിട്ട് ബന്ധപ്പെട്ടതാ. കാരണം ഇവരിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ശേഖരിക്കണം. ആൻഡ് ഈ സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വെദർ ആൻ ആപ്ലിക്കന്റ് മീറ്റ്സ് ദ ക്വാളിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആ ജോലി കൊടുക്കുന്ന ജോലിക്ക് പറ്റുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഇയാൾക്കുണ്ടോ, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് നമ്മൾ ഇന്ന ജോലിയാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ജോലിക്ക് പറ്റിയ ഒരു ക്വാളിഫിക്കേഷൻ വെദർ ഹി ഓർ ഷീ ആൾക്കുണ്ടോ എന്നുള്ളതും, ആൻഡ് സെലക്ട് ദ മോസ്റ്റ് ലൈക്ലി കാൻഡിഡേറ്റ് ടു ക്യാരി ഔട്ട് ദാറ്റ് ജോബ്. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും നന്നായി അത് ചെയ്യാൻ കഴിവുള്ള ആളെ സെലക്ട് ചെയ്യാം. അതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ആ 2 സെന്റൻസ് മനസ്സിലായോ? 2 സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ടു അണ്ടർലൈൻ ഇറ്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഏറ്റവും നന്നായി ചെയ്യുന്ന തന്റെ എന്താ പറയാ ഓർഗനൈസേഷനിലെ ആവശ്യങ്ങൾക്ക് എന്താ പറയാ ആപ്റ്റ് ആകുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ സെലക്ട് ചെയ്യണം. മാത്രമല്ല അവർ എത്രത്തോളം നന്നായി ആ ജോലി ചെയ്യും എന്നുള്ളത് കൂടി നോക്കിയിട്ടായിരിക്കണം ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഈ സെലക്ഷനകത്ത് ഇറ്റ് ഇൻവോൾവ്സ്, നമുക്കറിയാലോ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ ചൂസ് ചെയ്യലാണ്, തെരഞ്ഞെടുക്കലാണ്. ഈ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. വി ഹാവ് ടു ചൂസ് ദ കാൻഡിഡേറ്റ്സ് ദോസ് ഹു ആർ ആപ്റ്റ് ഫോർ അവർ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ ജോലിക്ക് ഏറ്റവും നല്ല വ്യക്തികളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു, വ്യക്തികളെയോ തെരഞ്ഞെടുക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം മറ്റൊരു കാര്യം കൂടി ഓർക്കണം, വി ആർ ഓൾസോ റിമൂവിങ് ദ അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളവരെ, അത്യാവശ്യമുള്ളവരെ നമ്മൾ എടുക്കുകയും ഒരു വിഭാഗം ആളുകളെ നമ്മൾ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ആ സെയിം പ്രൊസീജിയർ 2 കാര്യവും ഏതിൽ നടക്കുന്നുണ്ട്? സെലക്ഷൻ പ്രൊസീജിയറിൽ നടക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ഒരു 10 വേക്കൻസി ഉണ്ട്. ഈ 10 വേക്കൻസിക്ക് വേണ്ടിയിട്ട് 100 ആപ്ലിക്കേഷൻസ് കിട്ടി എന്ന് വിചാരിക്കും. ഒരു 100 ആപ്ലിക്കേഷൻസ് കിട്ടി. നമുക്ക് 10 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മുടെ വേക്കൻസി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ബിസിനസ് ഓർഗനൈസേഷൻസില്. പക്ഷേ അവർക്ക് അവരുടെ നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് നോക്കണ്ടേ അല്ലെ? ഇത്രയും ഒരുപാട് ജോലിക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഈ ചിരിച്ച് പണി എല്ലാവർക്കും കൊടുക്കുന്നു അല്ലെ? ബാക്കി ഇപ്പൊ ഒരു ദിവസത്തിൽ ഒരു 7 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. അവർക്ക് ജോലി കൊടുക്കുന്നു. ആ ജോലിയിൽ ചിലപ്പോൾ അവർക്ക് ഒരു 4 മണിക്കൂറേ പണി ചെയ്യാനുള്ളൂ. ബാക്കി 3 മണിക്കൂർ അവർ ഐഡിയലായിട്ടിരിക്കുന്നു ജോലിക്കാര്. ഇവർക്കൊക്കെ ഈ സാലറി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു. അത് ഓർഗനൈസേഷന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും, അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും, ലാഭക്ഷമതയെ ബാധിക്കും. കാരണം അവിടെ എക്സ്പെൻസ് കൂടുകയാണ്. ഇത്രയും ആളുകൾക്ക് എന്തോ സാലറി കൊടുക്കുന്നു. അതേസമയം മാക്സിമം ആ ബാക്കിയുള്ള 3 അവറും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനാവശ്യമുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ എന്താ പറയാ റിട്ടൈൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ, എംപ്ലോയീസ് ആയിട്ട് റിട്ടൈൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ മാക്സിമം ആ എംപ്ലോയീസിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അവിടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ജോലിയൊക്കെ കൊടുക്കുള്ളൂ എംപ്ലോയീസിന്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 10 ആളുകൾക്കുള്ള വേക്കൻസി നമ്മൾ ഫില്ല് ചെയ്യുന്നു. ആ ഉള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന്, ആപ്ലിക്കന്റുകളിൽ നിന്ന് നല്ല ക്വാളിഫൈഡും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അവരുടെ റെസ്യൂമിലെ ഉണ്ടാവുമല്ലോ, ബയോഡേറ്റയില്, അതിൽ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ 10 എണ്ണത്തെ എടുത്തു. വി ഹാവ് ടു റിജക്ട് ദ റെസ്റ്റ് ഓഫ് ദ 90 കാൻഡിഡേറ്റ്സ്. ബാക്കിയുള്ള 90 കാൻഡിഡേറ്റ്സിനെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് അവരെ എന്താ പറയാ മാറ്റേണ്ടി വരും അല്ലെ? 10 പേര്. അതും കൂടി ഇതിനകത്ത് പെടുന്നുണ്ട്. അപ്പൊ സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ നമ്മൾ ചൂസ് ചെയ്യാണ്, നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ടുള്ള ആളുകളെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ആൻഡ് വി ആർ ഓൾസോ റിമൂവിങ് ദ ആപ്ലിക്കൻസ് ദോസ് ഹു ആർ അൺസ്യൂട്ടബിൾ ഫോർ ഓർഗനൈസേഷൻ അറ്റ് ദ സെയിം ടൈം അല്ലെ? ആ 2 കാര്യവും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ സെലക്ഷൻ പോളിസി വെൻ വി ആർ പ്ലാനിങ്. അപ്പൊ ഏത് ബിസിനസ് ഓർഗനൈസേഷനും ഒരു സെലക്ഷൻ പോളിസി, ഏത് രീതിയിൽ സെലക്ഷൻ നടക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് they have to give consideration to the organizational needs. അതായത് ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്ക് പ്രധാനമായിട്ടും അവര് ശ്രദ്ധ കൊടുക്കണം അല്ലെ? ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ആവശ്യം എന്താണ്, ഏത് ഫീൽഡില്, ഏത് ഏരിയയില്, ഏത് ഡിപ്പാർട്ട്മെന്റില് എങ്ങനെയുള്ള എംപ്ലോയീസിനെ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അത് എടുക്കുമ്പോ ടെക്നിക്കലി അതുപോലെ തന്നെ പ്രൊഫഷണലി ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം സെലക്ഷൻസ് നടത്തേണ്ടത്. അപ്പൊ ഒരു സെലക്ഷൻ പോളിസി വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് രീതിയിലായിക്കോട്ടെ, പക്ഷെ ഈ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഓർഗനൈസേഷണൽ നീഡ്സ് വിത്ത് ടെക്നിക്കൽ നോളജ്, പ്രൊഫഷണൽ സ്കിൽ, ഇതൊക്കെ നോക്കിയിട്ട് ടെക്നിക്കലായിട്ടും പ്രൊഫഷണൽ ആയിട്ടുമുള്ള കഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തി ആയിട്ട് ഓർഗനൈസേഷൻ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സെലക്ഷൻസ് ആണ് നടത്താൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ പോളിസി ഹാവ് ടു ബി പ്ലാൻഡ് ബൈ ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? 2 സെന്റൻസും. സെലക്ഷൻ ഇൻവോൾവ്സ് ചൂസിംഗ് ബിറ്റ്വീൻ ആപ്ലിക്കൻസ് ഫോർ job and removing applicants who are unsuitable. A sentence underline cheyana. And the next sentence also, while planning a selection policy, due consideration should be given to the organizational needs as well as technical and professional extent of selection procedures. Underline cheya.
ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തേക്ക് പോകട്ടെ. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രൊസീജിയർ. ഇനി സെലക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ്. അപ്പോ എന്താ പറയാ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുക. ഒറ്റയടിക്ക് നടക്കുന്നതല്ല. ചില കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ കൃത്യമായിട്ട് അതിന്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് തന്നെയായിരിക്കും ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻക്ലൂഡ് റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. സെലക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ ഏറ്റവും ആദ്യത്തെ നടപടിയാണ് എന്ത് ചെയ്യാം, റിസപ്ഷൻ എന്ന് വെച്ചാൽ വരുന്ന എന്താ പറയാ നമ്മുടെ എംപ്ലോയി കാൻഡിഡേറ്റ്സിനെ നമ്മൾ റിസീവ് ചെയ്ത് അവർക്ക് പ്രാഥമികമായിട്ടുള്ള ഇന്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ അവരുടെ സ്ക്രീനിങ് ടെസ്റ്റ് വട്ടവർ ഇറ്റ് മേ ബി, അത് ഏതെങ്കിലും രീതിയിലായിരിക്കാം. അപ്പൊ ചിലപ്പോ റിസീവ് ചെയ്യുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതോടൊപ്പം അവർക്ക് പ്രിലിമിനറി ആയിട്ടുള്ള ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യുക. So that is the first step in selection process. Selection processലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഏത്, റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആ ഓരോരോ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണെന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടിരിക്കുക. സെക്കൻഡ് വൺ, ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. See, some organizations will have ആപ്ലിക്കേഷൻ ഫോം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ എന്താ പറയാ അവർക്ക് പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തുന്നു, അല്ലെങ്കിൽ സ്ക്രീനിങ് നടത്തുന്നു. അതിനുശേഷം അവർക്ക് ചിലപ്പോ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫോമില് നമ്മളോട് അത് ഇവര് കൊടുക്കണം അല്ലെ, സെലക്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ലൈഫ് ഹിസ്റ്ററി whatever it may be should be included in this form. ഒരു ഫോം അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ബ്ലാങ്ക് പേപ്പറിൽ സ്വന്തം എന്താ പറയാ ഹാൻഡ് റിട്ടൺ ആയിട്ടൊക്കെ ചിലപ്പോൾ എഴുതി തരാൻ, കൈപ്പടയിൽ എഴുതി തരാൻ പറയും. അതല്ലെങ്കിൽ ഓൾറെഡി ദർ വിൽ ബി സം ആപ്ലിക്കേഷൻ ഫോംസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഈ കാൻഡിഡേറ്റ്സിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനയർ പോലെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് ഏതാണോ അത് അവർക്ക് കൊടുക്കുന്നു. അതില് ദേ ക്യാൻ ഷെയർ, അവര് ആപ്ലിക്കൻസിന് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അവർക്ക് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നതനുസരിച്ച് ഷെയർ ചെയ്യാൻ പറ്റും. സോ ദ ഓർഗനൈസേഷൻ ക്യാൻ ലേൺ അബൌട്ട് ദ ആപ്ലിക്കൻസ് ഹിസ്റ്ററി, ആപ്ലിക്കന്റിന്റെ ബാക്ക്ഗ്രൗണ്ട്, ആപ്ലിക്കന്റിന്റെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻസിൽ നിന്ന് ആർക്ക് കണ്ടെത്താൻ പറ്റും, ഓർഗനൈസേഷന് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ദേ ക്യാൻ ഓൾസോ മേക്ക് ദ ഇന്റർവ്യൂസ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിലെ കണ്ടന്റുകളും മറ്റു കാര്യമൊക്കെ നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ആപ്ലിക്കന്റ് ആൻഡ് ഓൾസോ ഹിസ് ഫാമിലി. എന്താ പറയാ ആപ്ലിക്കന്റിന്റെ അതുപോലെ ആപ്ലിക്കന്റിന്റെ ഫാമിലിയുടെ എന്താ പറയാ ആറ്റിറ്റ്യൂഡ് ഒക്കെ, ഈ ഒരു ജോലിയുമായിട്ടുള്ള അവരുടെ മനോഭാവമൊക്കെ അറിയാനായിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? Application form or application blank is the second procedure in selection. Selection process ന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ്. ഒന്നാമത്തേത് റിസപ്ഷൻ or preliminary interview or screening, and the second one is application blank or application form. ഈ application ഫോമിന്റെ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അത് യഥാർത്ഥത്തിൽ എന്താണത് ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് പറയുന്നത്? ടു ലേൺ അബൌട്ട് ദ ആപ്ലിക്കൻസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൈഫ് ഹിസ്റ്ററി. ആപ്ലിക്കന്റിന്റെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ അറിയാനുള്ള ഒരു കണ്ടെത്താനുള്ള ഒരു ഫോം. ദാറ്റ്സ് ദ ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, then a physical examination. Some type of job needs some physical examination. ചില ജോലികൾക്ക് ഫിസിക്കൽ എക്സാമിനേഷനും ആവശ്യമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോലീസ് ആകാൻ അല്ലെ, പോലീസ് ആകാനായിട്ട് ഫിസിക്കൽ എക്സാമിനേഷന്റെ ആവശ്യമുണ്ട്. പോലീസിന് മാത്രമല്ല ചില ഇതിനൊക്കെ ഉണ്ട് കേട്ടോ ഫിസിക്കൽ എക്സാമിനേഷൻ. ശരീരത്തിന്റെ പൊക്കോ അല്ലെങ്കിൽ ഭാരോ വെയിറ്റേജും മറ്റൊക്കെ ചില പാരാമീറ്റേഴ്സ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഹെൽത്ത് സ്റ്റാമിന ഒക്കെ എന്താ പറയാ ചെക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളും സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ എ ഫിസിക്കൽ എക്സാമിനേഷൻ വിൽ ഓൾസോ ബി കണ്ടക്ടഡ് ഫോർ സം പെർട്ടിക്കുലർ ജോബ്സ് കേട്ടോ. ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ചിലപ്പോഴൊക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആയിരിക്കാം ഫോർ സം ജോബ്സ്. ചില ജോലികൾക്ക് ആ ജോലിയുടെ കൃത്യമായ വിജയപ്രദമായി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹെൽത്തും സ്റ്റാമിനയും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കാം. സോ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ എക്സാമിനേഷനും ആവശ്യമുള്ള എല്ലാ ജോലിക്കും ഫിസിക്കൽ എക്സാമിനേഷൻ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചില ജോലികൾക്ക് അത് ഇതിന്റെ ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ വരുമ്പോൾ അതൊരു സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നു മാത്രം അല്ലേ. അങ്ങനെയല്ല, എല്ലാ ജോലിക്കും ഫിസിക്കൽ എക്സാമിനേഷന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു ടീച്ചർ ആകാനുള്ള ജോലി
അല്ലെ? അപ്പൊ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നു, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു, നമ്മുടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഒക്കെ അവർ നോക്കുന്നു, റെസ്യൂമെ നോക്കുന്നു, എല്ലാം നോക്കി നമുക്ക് വെദർ വി ആർ ഫിറ്റ് ഓർ നോട്ട് അത് വെച്ചിട്ട് അവര് ഫിറ്റ് ആണോ അല്ലേന്ന് നോക്കുന്നു. അതേസമയം അപ്പൊ അവിടെ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ ടീച്ചറിന്റെ എത്ര പൊക്കമുണ്ട്, എത്ര വണ്ണമുണ്ട്, അങ്ങനെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അതേസമയം ചില ജോബിന് അത് അത്യാവശ്യമാണ്. സോ ഇറ്റ് ഹാവ് ടു ബി കണ്ടക്ടഡ്. അങ്ങനെയാണെങ്കിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആയോ? തേർഡ് വൺ, മൂന്നാമത്തെ മനസ്സിലായോ? And the next one, psychological testing. ചില ജോബിന് ഇതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ സ്റ്റാമിനയും ചെക്ക് ചെയ്യുന്നത് പോലെ ചില ജോബിന് ഇറ്റ് നീഡ്സ് സം സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അത് എന്താ പറയാ, കാൻഡിഡേറ്റിന്റെ വെദർ ദേ ആർ സ്യൂട്ടബിൾ ഫോർ ദ ജോബ് ഓർ നോട്ട്. ആ ഒരു ജോലി ചെയ്യാനായിട്ട് ഈ പറയുന്ന എന്താ പറയാ മാനസികമായിട്ടുള്ള എന്താ പറയാ ഒരു പെർഫെക്റ്റ്നെസ് ആൾക്കുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ചില ജോലികൾക്ക് തന്നെ. അതിനും അതെ, അത് ആവശ്യമുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നെസസറി, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അല്ലാത്തതിന് എല്ലാ ജോലിക്കും ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു എന്താ പറയാ ഫിസിക്കൽ ആയിട്ടുള്ള ജോലികൾ മുഴുവനും ചെയ്യുന്ന ഒരു ഏതെങ്കിലും ഓർഗനൈസേഷൻ ആണ് വരുന്നത്, നമ്മളുടെ ശാരീരിക അധ്വാനം കൂടുതലുള്ള ഒരു ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോലി സ്ഥാപനം, അവിടുത്തെ ജോലിക്ക് നമുക്ക് ഇവിടെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളെല്ലാവരും സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തികളെ കാണുമ്പോൾ നമുക്കറിയാം, അബ്നോർമൽ ആയിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ അവരുടെ പ്രവർത്തികളിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന അബ്നോർമൽ ആണെങ്കിലേ 5 മിനിറ്റിനുള്ളിൽ അവർ അതിൻ്റെതായ രീതിയിൽ അവര് എന്താ പറയാ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു എന്താ പറയാ റിയാക്ഷൻസിൽ അത് അറിയാൻ പറ്റും. അതല്ലാത്തതാണെങ്കിൽ എല്ലാവരും നോർമലാണ്. സോ അങ്ങനെയുള്ളവർക്ക് ആവശ്യമില്ലെന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. സോ ഇത് അവരുടെ കാൻഡിഡേറ്റ്സിന്റെ എന്താ പറയാ ആപ്റ്റ്നെസ്, വെദർ ദേ ആർ ആപ്റ്റ് ഓർ നോട്ട് ഫോർ ദ ജോബ്, ആ ജോലിക്ക് അവർ ആപ്റ്റ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗും സെലക്ഷന്റെ ഒരു ഭാഗമാണ്. ക്ലിയർ ആയോ? പിന്നത്തത് റെഫറൻസ് ചെക്ക് ആണ്. റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാലില്ലേ, ഇപ്പൊ എന്താ പറയാ ചിലപ്പോഴൊക്കെ ഇതും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. ഇപ്പൊ ഫ്രഷേഴ്സിനൊന്നും ഈ സാധനത്തിന് ആവശ്യമില്ല. റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്യായിരുന്നു. ഞാനിപ്പോ അവിടുത്തെ ജോലി മതിയാക്കി അവിടെ ജോലി ചെയ്ത നമ്മുടെ റെസ്യൂമെ നോക്കുമ്പോൾ അറിയാലോ, ഞാൻ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് ഇന്ന സ്ഥലത്ത് ഇത്ര വർഷം നിന്നു അല്ലെങ്കിൽ ഇത്ര മാസം നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുന്തോറും നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ്. സോ ഒബിയസ്ലി നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ അവിടെ നമ്മുടേതായ റെസ്യൂമെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ വെദർ ദേ ആർ ചെക്കിങ് ഇറ്റ്, അവരത് നോക്കുമ്പോൾ അവർക്ക് കാണാം. അപ്പൊ ഇപ്പൊ ഈ കറന്റ്ലി ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു, ഈ ഇന്ന മാസം വരെ, ഈ ലാസ്റ്റ് ഇത്ര എന്താ പറയാ ഡിസംബർ 20th വരെ ഇവിടെ ജോലി ചെയ്യായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ എന്താ പറയാ എന്തുകൊണ്ട്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ക്വിറ്റിംഗ് ദാറ്റ് ജോബ്, അവിടെയൊക്കെ ജോലി എന്തുകൊണ്ട് മതിയാക്കി ഇങ്ങോട്ട് ഈ ഒരു ജോലിയിൽ വേണ്ടി വന്നു. അപ്പൊ അതിന് ചില സംശയങ്ങളൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷന്റെ ഈ പറയുന്ന പോലെ സെലക്ടിങ് കമ്മിറ്റിക്കൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് പുതിയ പുതിയ റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തുന്നത്. അപ്പൊ അവർ ചോദിക്കും എന്തുകൊണ്ട്, വൈ യു ക്വിറ്റ് ദാറ്റ് ജോബ്, എന്തുകൊണ്ടാണ് ജോലി മതിയാക്കിയത്, അവിടെ എന്തുകൊണ്ട് പോകുന്നില്ല. ദർ മേ ബി മെനി റീസൺസ്. അതിന് പല കാരണങ്ങളുണ്ടാവും. സാലറിയിലുള്ള കുറവായിരിക്കാം, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ ഇതാണ് എനിക്കിപ്പോ കിട്ടുന്നത്, അതുകൊണ്ട് ആ രീതിയിലേക്ക് വന്നതാകാം. പേഴ്സണൽ ആയിട്ടുള്ള മറ്റേതെങ്കിലും മാറ്റേഴ്സ് ആയിരിക്കും. ഇതൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യാം. നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഇതിന്റെ കാരണം കൊണ്ടാണ്. പക്ഷേ ആ പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്, അത് നമുക്ക് എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദ ഓർഗനൈസേഷൻ ഇപ്പൊ നമുക്ക് എന്താ പറയാ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഓർഗനൈസേഷനിലെ HR മാനേജ്മെന്റിന് they have the right to make a reference check in which the employee has been doing his duty previously. നേരത്തെ ചെയ്തിരിക്കുന്ന ജോലി എവിടെയാണോ ചെയ്തത് അവിടെയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ സത്യം നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ. കാരണം ചിലപ്പോ ഇനി അവിടെ വല്ല കുറ്റക്കേടും കാണിച്ചിട്ട് അവിടെ നിന്ന് വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണെങ്കിലോ, മനസ്സിലായോ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചെക്കിംഗ് ആണ്. അതാണ് റെഫറൻസ് ചെക്കിംഗ് എന്ന് വിളിക്കുക. ക്ലിയറായോ പറഞ്ഞത്? വെറുതെ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് എന്താണ് എന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നതാ. നമുക്ക് അതിലേക്കൊന്ന് പോകണ്ട. പക്ഷെ നിങ്ങൾക്കൊന്ന്
നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ എന്താണ് റെഫറൻസ് ചെയ്യുന്നത് പറഞ്ഞത് മാത്രമേ. അപ്പൊ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അത് ക്വിറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ചെല്ലുമ്പോൾ അവര് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് അത് നിർത്തി. അപ്പൊ നമ്മൾ ഒരു റീസൺ പറയും. എന്റെ റീസൺ അവർക്ക് എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിർബന്ധമില്ല, എന്നാൽ നുണയാകണമെന്നും നിർബന്ധമില്ല. സോ ടു കൺഫേം ഇറ്റ്, ഞാൻ പറഞ്ഞത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അവിടുത്തെ ആരെങ്കിലും അവിടുത്തെ HR മാനേജർ ആയിട്ടോ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ വ്യക്തി ജോലി ചെയ്തിരുന്ന ആളല്ലേ, ആളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാനാണ്, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. അപ്പൊ ഒരു കൃത്യമായ ഇൻഫോർമേഷനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും, അല്ല ഇതിനൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മള് ഇവിടുത്തെ ആൾ പോയതെന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടേ പറയുള്ളൂ. അവിടെ വലിയ കളക്കറൊന്നും വരാൻ സാധ്യതകളില്ല. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഫൈനൽ സെലക്ഷൻ. ഇനി അപ്പോ നമ്മൾ സ്റ്റെപ്പുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെലക്ഷന്റെ പ്രൊസീജിയേഴ്സ് ആണ്. ഒന്നാമത്തെ റിസപ്ഷൻ, പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. മൂന്നാമത്തേത് ഫിസിക്കൽ എക്സാമിനേഷൻ. നാലാമത്തേത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അഞ്ചാമത്തേത് റെഫറൻസ് ചെക്ക്. ആൻഡ് ലാസ്റ്റ് വൺ ഫൈനൽ സെലക്ഷൻ ആണ്. ഞാൻ അവസാനം സെലക്ട് ചെയ്യാണ്. സോ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ സെലക്ഷൻ അപ്രൂവൽ വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ മാനേജർ ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഡിസിഷൻ ആൻഡ് മറ്റുള്ളവരുമായിട്ട് ആരൊക്കെയാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര് നമ്മുടെ HR മാനേജറും മറ്റ് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും ഒക്കെ കൂടി ചേർന്ന് അവര് ഡിസിഷനിലേക്ക് അപ്രൂവലിലേക്ക് വരുന്നു, സെലക്ഷൻ അപ്രൂവലില്. എന്നിട്ട് അത് ആരെ അറിയിക്കുന്നു? കാൻഡിഡേറ്റിന് ആ ഒരു ഡിസിഷൻ എന്താണോ എന്ന് വെച്ചാൽ അത് അറിയിക്കുന്നു. സെലക്ടഡ് ആണ് എങ്കിൽ സെലക്ടഡ് ആയി എന്നുള്ള ഡിസിഷൻ ആ തീരുമാനം ആളെ അറിയിക്കുന്നു. മനസ്സിലായോ? ലാസ്റ്റ് പോയിന്റ് മനസ്സിലായോ? അപ്പൊ നമ്മളെ ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ അതിന്റെ ഉത്തരത്തിന് മറ്റേ നേരത്തെ ഒരു ഫോം മറ്റേ ആപ്ലിക്കേഷൻ ഫോമിന്റെ സെന്റൻസ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. അതല്ല, നിങ്ങളോട് സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ സെലക്ഷൻ പ്രോസസ് എന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഒരു ഉത്തരമായിട്ട് വരേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്, അതൊരു പോയിന്റ്. അടുത്ത പോയിന്റ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. മൂന്നാമത്തെ പോയിന്റ് ഫിസിക്കൽ എക്സാമിനേഷൻ. നാലാമത്തേത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അത്രയും മതി, അതിന്റെ ബാക്കി ഭാഗം വേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, റെഫറൻസ് ചെക്ക് ആൻഡ് ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ. അവിടെ വരെ മതി. ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അപ്പൊ നമ്മള് എന്താ പറയാ, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് ഇവിടെ പറഞ്ഞു കേട്ടു അല്ലെ. നമ്മളുടെ ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് കേട്ടു. അപ്പൊ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മാനസികപരമായിട്ടുള്ള ചില ടെസ്റ്റിംഗ് ആണ്. അതിന് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നൊന്നുമില്ല കേട്ടോ. അത് ആ രീതിയിൽ അവര് ഓർഗനൈസേഷനിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. അപ്പൊ എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ചില ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ക്ലാസിഫിക്കേഷനില് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലാണ്. ഒന്നാമത്തേത് ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്മാരുടെ പെരുമാറ്റം അനുസരിച്ചിട്ട് അതിന്റെ ബേസിസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്. പിന്നെ ഇത് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, ആ ടെസ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് തേർഡ് വൺ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഓക്കെ, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റ്. എന്താ പറയാ, മൂന്നാമത്തെ സി കേട്ടോ. 3 രീതിയിലാണ് നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്മാരുടെ പെരുമാറ്റം അനുസരിച്ച് നമ്മളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഈ 4 ടെസ്റ്റുകളുടെയും എന്താ പറയാ എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ടെസ്റ്റ് വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് വൺ, ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവങ്ങളാണ്. സോ ഇറ്റ് ട്രൈസ് ടു ചെക്ക് അവർ എബിലിറ്റി ടു ക്യാരി ഔട്ട് അവർ ടാസ്ക്. നമുക്ക് തന്നിട്ടുന്ന ജോലികൾ നമ്മൾ എത്ര ഭംഗിയിൽ നന്നായി കൈകാര്യം ചെയ്യും, നമുക്ക് ചെയ്യാനുള്ള എത്രത്തോളം കഴിവുണ്ട്,
അത് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. മാത്രമല്ല ചില സിറ്റുവേഷൻസിൽ ഹൗ വി വിൽ റിയാക്ട് അറ്റ് വർക്ക്. ജോലി സ്ഥാപനത്തില് നമ്മൾ ചില സാഹചര്യങ്ങളെ നേരിടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഏത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് our ability to carry out some task. നമുക്ക് തന്നിരിക്കുന്ന ടാസ്കുകൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, നമുക്ക് ചെയ്യാനുള്ള കഴിവ് എങ്ങനെയൊക്കെയാണ്. മാത്രമല്ല അറ്റ് വർക്ക് വാട്ട് ഈസ് അവർ റിയാക്ഷൻസ് ഇൻ സം സിറ്റുവേഷൻസ്. ചില സിറ്റുവേഷൻസിൽ നമ്മുടെ റിയാക്ഷൻസ് എന്താണ്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വിളിക്കുക. Got it? മനസ്സിലായോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. നമുക്ക് 2 പ്രാവശ്യം വായിച്ചു നോക്കിയേ. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ക്യാരി ഔട്ട് ദ ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻസ്. ഈ 2 കാര്യം ഓർത്താൽ മതി. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നെക്സ്റ്റ് വൺ പറഞ്ഞോട്ടെ. അടുത്തത് മനസ്സിലായോ എല്ലാവർക്കും? ആപ്റ്റിറ്റ്യൂഡ് ability to carry out a task and reactions to some particular situations at work. നമ്മള് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. ആ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ചില എന്താ പറയാ ഇച്ചിരി ടെമ്പറൊക്കെ കൂടി ചെയ്യാൻ വരുന്ന ചില സിറ്റുവേഷൻസിനൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ടെമ്പറൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെ ആ സിറ്റുവേഷനെ കുറച്ചുകൂടി മോശം സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ആ ഒരു ടെസ്റ്റ് നല്ലതാണ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എല്ലാവരുടെയും എന്താ പറയാ മൈൻഡ് ഒരുപോലെ അല്ലല്ലോ അല്ലെ. ചില ആളുകൾ അതിനെയൊക്കെ വളരെ നിസ്സാരമായി കാണും, വളരെ പതിയെ കൂടി അങ്ങനെ ഇരിക്കും. ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അവർ പെട്ടെന്ന് അതനുസരിച്ച് റിയാക്ട് ചെയ്യും അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ടെസ്റ്റിംഗ് ഒക്കെ രീതിയിൽ നടത്തുന്നുണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. നെക്സ്റ്റ് വൺ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂറിംഗ് ദ ആഫ്റ്റർ ദ ട്രെയിനിങ് പീരീഡ് ഹൗ മച്ച് ദ നോളജ് ആൻഡ് സ്കിൽ ഹാവ് ബീൻ ഡെവലപ്ഡ് ഇൻ ദ പർട്ടിക്കുലർ കാൻഡിഡേറ്റ്. ഇപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വെച്ചോ നമുക്ക് ട്രെയിനിങ് കിട്ടും. നമ്മൾ ആ ജോലി എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ട്രെയിനിങ് ഫോർ മേ ബി അത് വളരെ കുറച്ച് ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ മാസങ്ങളോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോബ്. നമുക്ക് തരുന്ന ജോലിയെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ട്രെയിനിങ് പീരീഡിൽ ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വി ഹാവ് ബീൻ ഗിവൺ സം ട്രെയിനിങ് അല്ലെ. നമുക്ക് അതിന് കുറച്ച് ട്രെയിനിങ് തരും. ആ ട്രെയിനിങ് പീരീഡിൽ ഹൗ മച്ച് വി ഹാവ് ഡെവലപ്ഡ് അവർ നോളജ്, ആ ഒരു ജോലിയെ സംബന്ധിക്കുന്ന അറിവും കഴിവും നമ്മുടെ എത്രത്തോളം വളർന്നു, അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അപ്പൊ നമ്മൾ നന്നായിട്ട് അതില് കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രെയിനിങ് പീരീഡ് വളരെ വിജയപ്രദമായിട്ട് നമ്മൾ എന്താ പറയാ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് അച്ചീവ്ഡ് എ ലോട്ട്. നമ്മൾ ഒരുപാട് അച്ചീവ് ചെയ്തു. ആ കൃത്യമായിട്ട് ആ ജോലിയെ കുറിച്ചുള്ള അറിവും ആ ജോലിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കിനി യാതൊരു സംശയമില്ല, കൃത്യമായിട്ട് എനിക്ക് ട്രെയിനിങ് പീരീഡിൽ അതൊക്കെ കിട്ടി എന്നുള്ള ബോധ്യം. ഓക്കെ, അതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ക്ലിയർ ആയോ? Evaluates developed knowledge or skill after a period of training. നമ്മളുടെ ട്രെയിനിങ് പീരീഡിന് ശേഷം നമ്മളുടെ നോളജും സ്കില്ലും എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ള ഇവാലുവേഷൻ, ദാറ്റ് ഈസ് കോൾഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ക്ലിയർ ആയോ? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എബിലിറ്റി ടു ക്യാരി ഔട്ട് എ ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻസ് അറ്റ് വർക്ക്. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്കിൽ. അച്ചീവ്മെന്റ് ടെസ്റ്റ് ഇവാലുവേറ്റ്സ് ദ ഡെവലപ്ഡ് സ്കിൽ ഓർ നോളജ് ആഫ്റ്റർ എ ട്രെയിനിങ് പീരീഡ്. ട്രെയിനിങ് പീരീഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പേഴ്സണാലിറ്റി വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. ഹ്യൂമൻ പേഴ്സണാലിറ്റിനെ സംബന്ധിക്കുന്ന ടെസ്റ്റിംഗ് ആണ്. ഇതിനകത്ത് എന്താ പറയാ, ടു മെഷർ ദ ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേൺ ഓഫ് ട്രൈറ്റ്സ് ദാറ്റ് പീപ്പിൾ ഷോസ്. അതായത് പല സിറ്റുവേഷൻസിലും ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള അവരുടെ സ്വഭാവ ഗുണങ്ങളെ വിലയിരുത്തുക, അത് അസസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ ഒരു കൂട്ടം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, അവിടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ ചിലരൊക്കെ ഭയങ്കരമായിട്ട് അതിനെ അതിനകത്തേക്ക് ഇൻവോൾവ്ഡ് ആയി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ചില ആളുകൾ അവിടെ മാറി നിൽക്കും, ഇത് നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു മാറി നിൽക്കും അല്ലെ. ചിലർ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ന്യൂട്രൽ ആയിട്ട് നിൽക്കും. സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ്.
എന്തിനാ നമ്മൾ ഈ പറയുന്ന ജോലി സ്ഥലത്തേക്ക് പോണേ? നമ്മുടെ വീടുകളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ? ചില കാര്യങ്ങളിൽ എല്ലാവരും ഒരുപോലെ അല്ല. ഒരു പേഴ്സണാലിറ്റി സ്വഭാവ ഗുണങ്ങളിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള ആളുകൾ തന്നെ തമ്മിൽ എന്താ പറയാ വ്യത്യാസമുണ്ട് അല്ലെ? ഡിഫറെന്റ് ആണ്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ ചിലപ്പോ പല കാര്യങ്ങളും അവിടെ നടക്കും. അതേസമയം ചില ആളുകളൊക്കെ കുറച്ച് വിട്ടുവീഴ്ചയ്ക്കും കോംപ്രമൈസിനും ഒക്കെ തയ്യാറാണെങ്കിൽ ഓക്കെ, നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും. അതല്ലായെങ്കിലാണ് പ്രശ്നങ്ങൾ വരിക. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ് ഓഫ് ദ ഹ്യൂമൻ, മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സ്വഭാവ ഗുണങ്ങള്, ട്രേറ്റ്സ് മീൻസ് സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ്. ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ രീതികൾ, ഇതൊക്കെ കൃത്യമായിട്ട് അസസ് ചെയ്യുക ഓരോ സിറ്റുവേഷൻസിലും. അങ്ങനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് സെന്റൻസ് വേണമെന്നില്ല, അണ്ടർലൈൻ ചെയ്യേണ്ട രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി. Personality testing and assessment refer to techniques designed to measure the characteristics pattern of the traits that people shows various situations. ഓരോ സിറ്റുവേഷൻസിലും ഓരോരുത്തരുടെയും സ്വഭാവ ഗുണങ്ങളെയൊക്കെ അസസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓരോന്നും വ്യത്യാസമുണ്ടായാൽ 4 ടെസ്റ്റ് ആണ്, എല്ലാം ഒന്ന് തന്നെയല്ല. നെക്സ്റ്റ് വൺ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് അതായത് നമ്മളുടെ ഓരോ പേഴ്സൺസിന്റെയും ഇൻട്രസ്റ്റ് തന്നെയാണ്, താല്പര്യം, പ്രിഫറൻസ് ആണ്. ഇൻ സ്പെസിഫിക് ഫീൽഡ്സ് ഓർ ആക്ടിവിറ്റീസ്, ഓരോ കാര്യങ്ങളില് ഓരോ ഫീൽഡില് ഓരോ വ്യക്തികളുടെ എന്താ പറയാ അവരുടെ പ്രിഫറൻസ്, അവർക്ക് എന്താണ് താല്പര്യം, അവരുടെ മുൻഗണന അവർക്ക് എന്തിനാണ്, അതൊക്കെ മനസ്സിലാക്കുക. അതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇപ്പൊ എനിക്ക് എന്തിനാണ് താല്പര്യം, എന്തിനാണ് എനിക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഓരോ എംപ്ലോയീസും, അങ്ങനെ ഓരോരുത്തരെയും കുറിച്ചിട്ടുള്ള ആ ഒരു താല്പര്യങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ വിലയിരുത്തുന്ന കാര്യങ്ങളാണ് ഏതില്, ഇൻട്രസ്റ്റ് ടെസ്റ്റിലുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ്. ഇനിയുള്ള സെന്റൻസ് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്നൊരു കറക്ഷൻസ് ഉണ്ട്. ബി നിങ്ങളുടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ അത് കറക്റ്റഡ് ആണെങ്കിൽ, നിങ്ങളുടെ കോപ്പി കറക്റ്റഡ് ആയിട്ടുള്ള കോപ്പി ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മളിവിടെ കറക്ഷൻസ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കും. ഇവിടെ പ്രസന്റേജിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 4 പോയിന്റ് ഒക്കെ കാണാം അല്ലെ? പക്ഷെ അവിടെ 3 പോയിന്റേ ഉള്ളൂ. 3 പോയിന്റ്. ഓക്കെ, 4 പോയിന്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. 4 പോയിന്റ് ഇല്ല. ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, ഈ ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ 3 തന്നെയാണ്, കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെ, 2 പോയിന്റ് അവിടെ എന്താ പറയാ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് 3ാമത്തെ പോയിന്റ് ഇവിടെ പ്രസന്റ് ചെയ്ത നോട്ടിലാണ്, നിങ്ങളുടെ നോട്ടിലല്ല. ആരോ പറഞ്ഞു കറക്റ്റ് ആണ്, 3 പോയിന്റ് ആണെന്നുള്ളത് തന്നെയാണ് ശരി. എന്റെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിലെ ഞാൻ ഇവിടെ ഇപ്പൊ അത് സെലക്ട് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗം റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വിചാരിക്കും. എന്റെ പ്രസന്റ് ചെയ്ത നോട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങള്, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ഒരു പോയിന്റുകള് ഇവിടെ ഉണ്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് നിങ്ങൾക്കുള്ള നോട്ടില് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. റൈറ്റ്, ശരിയല്ലേ? ഓക്കെ, യെസ്. അപ്പൊ 3 എണ്ണമാണ്. ഓൺ ദ ബേസിസ് ഓഫ് ടെസ്റ്റ്, യൂസ് ഓഫ് ടെസ്റ്റ്, ഈ ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ വീണ്ടും നമ്മളുടെ എന്താ പറയാ ഈ പ്രൊസീജിയേഴ്സിനെ, എന്താ പറയാ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? ടു സെലക്ട് ദ ആപ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ എ പർട്ടിക്കുലർ ജോബ്, ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയിട്ട് കൃത്യമായ ആളെ തന്നെ സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെ ആ ടെസ്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ യൂസ് ഓഫ് ടെസ്റ്റിന്റെ ബേസിസിൽ 1ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെലക്ഷൻ ടെസ്റ്റ്. ടു സെലക്ട് ദ ആപ്റ്റ് കാൻഡിഡേറ്റ് ഫോർ എ പെർട്ടിക്കുലർ ജോബ്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കൃത്യമായ ആളെ തന്നെ ലൊക്കേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് അവസാനം അയ്യോ മോശമായി പോയി നമ്മുടെ സെലക്ഷൻ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വരാതിരിക്കണം. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് നമ്മൾ when we are taking it, we have to take into consideration എന്താ പറയാ what job will be given to a particular person and how he or she will do that at his best level. നമ്മൾ കൊടുക്കുന്ന ജോലി നമ്മൾ എന്താ പറയാ ഏത് രീതിയിലാണ് ജോലി അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്, ആർക്കത് കൊടുത്താലാണ്, ആരാണത് കൃത്യമായി നല്ല രീതിയിൽ ചെയ്തു തരിക,
അതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ആൾക്കാരെ തന്നെ കൃത്യമായിട്ട് ആ ജോലി ഏൽപ്പിക്കുക. അല്ലാണ്ട് അവസാനം ജോലി കൊടുത്തു കഴിഞ്ഞിട്ട് അയ്യോ അത് ആൾക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ആൾക്കായിരുന്നില്ല നമ്മളത് കൊടുക്കട്ടെ, വേറെ കുറെ ആൾക്കായിരുന്നു അത് കൊടുക്കട്ടെ, പിന്നീട് അത് പറയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അസൈൻമെന്റ് ഓഫ് ജോബ്, ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിന്. എ പേഴ്സൺ വിൽ ബി ഏബിൾ ടു ഡു ദ ബെസ്റ്റ്. ആർക്ക് കൊടുക്കണം? The person who will be able to do the best. നന്നായി, ഏറ്റവും നന്നായി. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. ആ ആളാണ് അതിന് ഏറ്റവും കൃത്യമായിട്ട് ആളാണ്. മറ്റേ സിനിമയിൽ പറഞ്ഞുള്ള നിനക്ക് ഇത് അറിയാൻ പാടില്ലെങ്കിൽ നീ ഇത് പഠിച്ചിട്ട് പോയാൽ മതി എന്നൊന്നും പറഞ്ഞിരിക്കാൻ ഇവിടെ സമയമില്ല. ഇല്ലേ? പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയില് എനിക്ക് നന്നായിട്ട് തുണി അലക്കാൻ അറിയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് അതാ നീ ഇത് പഠിച്ചിട്ട് പോയി. അത് സിനിമയ്ക്കേ പറ്റുള്ളൂ. വെൻ വി ആർ ഗിവിംഗ് എ ജോബ് ഇൻ എൻ ഓർഗനൈസേഷൻ, ഒരു ജോലി ഒരു സ്ഥാപനത്തിൽ കൊടുക്കുമ്പോൾ ആ ജോലി കൃത്യമായിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് 100% റിസൾട്ട് കിട്ടുന്ന രീതിയിൽ എന്താ പറയാ ആ ആൾക്ക് കൊടുക്കുക. അതല്ലാതെ ആൾക്കത് അറിയില്ല അത്രയും കൂടെ വന്നിട്ട് അടിച്ചേൽപ്പിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് ആളോട് നമ്മൾ ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് തരണമെന്ന് പറഞ്ഞാൽ may not be possible. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് അതാണ്. പോസിബിൾ അസൈൻമെന്റ്, എ പേഴ്സൺ വിൽ ബി ഏബിൾ ടു ഡു ദ ബെസ്റ്റ്. ആർക്കാണോ അത് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് അവർക്ക് അത്തരം ജോലി അസൈൻ ചെയ്യുക. And the last one, placement test or decision. It is concerned with assigning a person to different levels of work. പല ലെവലുകളിൽ കൊടുക്കുക അല്ലെ, പല ടൈപ്പ് വർക്ക് കൊടുക്കാണ്ട് പല ലെവലിൽ കൊടുക്കുക. ഇപ്പൊ ഈ ജോലി കൊടുത്തു, അതുമായി ഒരു ബന്ധമില്ലാത്ത വേറൊരു ജോലി കൊടുത്തു, അതുമായി ബന്ധമില്ലാത്ത വേറൊരു ജോലി ഒരാൾക്ക് കൊടുക്കുന്നു. പല പല ജോലികൾ ചെയ്യിക്കാതെ ഡിഫറെന്റ് ലെവൽസ്. ഒരു ഭാഗം ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തു, നീ പെർഫെക്റ്റ് ആയി ചെയ്തല്ലോ, നെക്സ്റ്റ് ലെവലും നിനക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ലെവൽ വർദ്ധിപ്പിക്കുന്നതാണ് എന്താ പറയാ ഒരു സ്മാർട്ട് ആയിട്ടുള്ള കാര്യം പ്ലേസ്മെന്റ് ടെസ്റ്റിനകത്ത്. അല്ലാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് കൊടുക്കുന്നതിലല്ല. അതാണ്. ക്ലിയർ ആയോ? പ്ലേസ്മെന്റ് ടെസ്റ്റ് മനസ്സിലായോ? ഇതും 3 അണ്ടർലൈൻ ചെയ്യണം. ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റില് സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ് കേട്ടോ. അത് ഓരോന്നും ഓരോ എന്താ പറയാ വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. സെലക്ഷൻ ടെസ്റ്റില് സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ്സ്, ആ വാക്കുമാൻ ആ ഒരു ഫ്രേസുമാ പഠിച്ചാൽ മതി. ഓക്കെ. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റില് സെവറൽ പോസിബിൾ അസൈൻമെന്റ്, എ പേഴ്സൺ വിൽ ബി ഏബിൾ ടു ഡു ദ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്ക്. പ്ലേസ്മെന്റ് ഓർ ടെസ്റ്റ് ഓർ ഡിസിഷനകത്ത് ഏതാണ് പറയാ അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക്, ആ ഒരു ഫ്രേസുമാൻ പിടിച്ചാൽ മതി. അപ്പൊ 3 തമ്മില് നമുക്ക് ക്ലാഷ് ആവില്ല. അസൈനിങ് എ പേഴ്സൺ ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക്, ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് കൊടുക്കുക. ഇപ്പൊ UP സെക്ഷനിൽ ജോലി ചെയ്തു, ആള് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പൊ എന്താ പറയാ നമുക്ക് അടുത്ത ജോലി വേണമെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്താ പറയാ UPയിൽ നിന്ന് ഹൈസ്കൂളിലേക്കൊക്കെ മാറ്റാം. പ്രൊമോഷൻ പോലെ തന്നെ നമുക്ക് എന്താ പറയാ പ്രൊമോട്ടഡ് ആകുന്നതിന് മുമ്പ് അതിനൊക്കെ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനേക്കാള് ഉപരി ക്വാളിഫിക്കേഷൻ അതനുസരിച്ച് വേണം. അപ്പൊ അങ്ങനെ ആകുന്ന ആളുകളാണെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം. ചില സിറ്റുവേഷൻസിൽ ചില സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മാറി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇത്രയും വരെ. മറ്റേത് റിപ്പീറ്റഡ് ആണ്, അത് നമുക്ക് ആവശ്യമില്ല. അത് തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റില് 3 സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ്. ഇവിടെ വരെ ഓക്കെ ആണോ എല്ലാവരും? യെസ്. അപ്പൊ ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നിർത്താണ്. 2-3 മിനിറ്റ് മുമ്പ് നമ്മൾ ഇന്ന് നിർത്താണ്. അടുത്തത് ഒരു 3ാമത്തെ ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റ് ഓർ ഇൻഡിവിജ്വൽ ടെസ്റ്റ്. സിമ്പിൾ ആണ്, അതൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ ഇന്ന് അടുത്ത ക്ലാസ് ഉണ്ട് കേട്ടോ ടീച്ചറും. നാളെ ഒക്കെ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നാളെ ക്ലാസ് ഉണ്ടാവില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ അവിടെ നിന്ന് അറിയിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ മൂഡിലേക്ക് എത്തിയോ? എത്തിയോ? ക്രിസ്മസ് മൂഡിലാണോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാളെ അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ഡേ സെലിബ്രേഷനും പിന്നെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവില്ല. ബാക്കി ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ വരും കേട്ടോ. എന്നായിരിക്കും ക്ലാസ് എന്നും മറ്റു കാര്യങ്ങളൊക്കെ അതിലേക്ക് വരും. അപ്പൊ എന്താ പറയാ പിന്നെന്താ ചിലപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മളിനി കാണുള്ളൂ അല്ലേ? ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊക്കെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. ക്രിസ്മസും അതുപോലെ തന്നെ നമ്മളുടെ പുതിയ ഒരു എന്താ പറയാ പുതു ജീവനായിരുന്നല്ലോ ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു ബർത്ത് ഡേ കൂടിയാണ് വരാൻ പോകുന്നത്.
അതോടൊപ്പം തന്നെ ഒരു ന്യൂ ഇയറിന്റെ ബർത്തും കൂടിയാണ് 2026ന്റെ. അപ്പൊ എല്ലാത്തിലേക്കും എല്ലാവർക്കും എന്താ പറയാ ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ആൻഡ് ഓൾസോ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അപ്പൊ നമ്മൾ കാണുമായിരിക്കും, പക്ഷെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് അടിച്ചു പൊളിച്ച് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ ഒരുപാട് കിട്ടട്ടെ. അതുപോലെ തന്നെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, ലവിങ് ആയിട്ടിരിക്കുക എല്ലാവരോടും പരസ്പരം. ഓക്കെ, സോ നമുക്ക് വീണ്ടും കാണാം. Okay, bye. Thank you. Happy Christmas, all of you. Thank you. Love you all.